കെ.എച്ച്.ഡി.ഇ.സി എന്ന സന്നദ്ധ സംഘടന നിർമ്മിച്ചു നൽകിയ വീടിനുള്ളിൽ ചോർച്ചയുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് രേണുസുതി വെളിപ്പെടുത്തിയത്. ഹാളിലേക്ക് മഴ പെയ്യുമ്പോൾ ചാറ്റൽ കയറി നനയുന്നുണ്ടെന്നാണ് രേണു വെളിപ്പെടുത്തിയത്. എന്നാൽ അത് സത്യമല്ലെന്നും രേണു കള്ളം പറയുകയാണെന്ന് കെ.എച്ച്.ഡി.സിക്ക് നേതൃത്വം നൽകുന്ന ഫിറോസ് പറഞ്ഞത്. ഇപ്പോഴുള്ള ഫിറോസിനുള്ള മറുപടി കൃത്യമായി തെളിവിലൂടെ തിരിച്ചു നൽകുകയാണ് രേണു പിതാവുമായ തങ്കച്ചനും. 6 മാസം മുമ്പ് പണിത വീടിന്റെ തേപ്പ് മുഴുവൻ പൊളിഞ്ഞിളകിയെന്നും രേണുവും കുടുംബവും ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഇനിയാർക്കും ഇതുപോലൊരു വീടുണ്ടാക്കി കൊടുത്ത് സഹായിക്കരുതെന്നും രേണുവും പിതാവും പറയുന്നു. ചാറ്റലടിച്ച് ഹാളിൽ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. ഫിറോസിനെ വിളിച്ചു, ഫോണെടുത്തില്ല. എഞ്ചിനീയറിനെ വിളിച്ചു. താമസം തുടങ്ങി അടുത്ത ആഴ്ച തന്നെ നടന്ന സംഭവമാണ്. എഞ്ചിനീയറും മറ്റു പ്രധാന പണിക്കാരും വന്നപ്പോൾ വീടിന്റെ പല കാര്യങ്ങളും ഞാൻ കാണിച്ചു കൊടുത്തു. മഴ പെയ്ത് തേപ്പ് വിട്ടു പോകാൻ തുടങ്ങിയിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു. ലൈറ്റും കത്തുന്നില്ലായിരുന്നു. സിമന്റും മണ്ണെണ്ണും ഇല്ലാതെയാണ് ഈ വീട് തേച്ചിരിക്കുന്നത്. കുമ്മായം പോയിരിക്കുന്ന എന്തോ വസ്തു കൊണ്ടാണ് വീട് തേച്ചത്. ഇത് നീണ്ടു നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, പുതിയ മോഡലാണ് എന്നാണ് പറഞ്ഞത്. ഞാനും തർക്കിച്ചില്ല. കുമ്മായം കൊണ്ടാണ് തേച്ചത് എന്നതുകൊണ്ട് പൊളിഞ്ഞിളകാൻ തുടങ്ങി. രേണു കള്ളം പറഞ്ഞിട്ടില്ല. കൊല്ലംകാർ താമസിക്കുമെന്ന് കരുതിയത് ഫിറോസ് പറയുന്നത് കേട്ടു. പക്ഷേ ബിഷപ്പ് 7 സെന്റ് സ്ഥലം കൊടുത്തത് രേണുവിനാണെന്ന് കൊല്ലംകാർക്കാണെന്ന് അറിയില്ല. സുധിയുടെ മക്കൾക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചെലവ് നോക്കാമെന്നും ഭവനം പണിത് തരാമെന്ന് ഏറ്റെടുത്ത 24 ന്യൂസാണ്. കെ.എച്ച്.ഡി.സി എന്ന സംഘടന അവരോട് അങ്ങോട്ട് പോയി വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുകയായിരുന്നു. വീട് നിർമ്മിച്ചതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും തന്നിട്ടില്ല. ഒരുപാട് നാളായി ഫിറോസിനെയും പണിക്കാരെയും മാറി മാറി ഞാൻ വിളിക്കുന്നു. ഫിറോസ് ഫോൺ എടുക്കാറില്ല. നിരന്തരമായി വിളിച്ചതിന്റെ ഫലമായി 2 ആഴ്ച മുമ്പ് രണ്ടുപേർ വന്ന് വീട് അളന്നു. പക്ഷേ അടുത്തിടെ മറ്റൊരാൾ വഴി ഇറങ്ങിയത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് ഫിറോസ് പറഞ്ഞുവെന്ന്. ഇതാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കി കൊടുത്തതെന്ന് ഫിറോസ് പറയുന്നത്. തേപ്പ് പൊട്ടി പൊളിഞ്ഞ് ഒഴുകുകയാണ്. അവർ ദാനം തന്നതല്ലേ, അതുകൊണ്ട് ഇതുവരെ മിണ്ടാതിരുന്നത്. ഫിറോസിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. അകത്തുള്ള തേപ്പ് നശിക്കാത്തത് നന്നായത് കൊണ്ടാണ്. പക്ഷെ നനയുന്ന ഭാഗങ്ങളിൽ തേപ്പ് പൊളിഞ്ഞു തുടങ്ങി. യൂട്യൂബേഴ്സ് പലരും ചോദിച്ചു തേപ്പിന് എന്ത് പറ്റിയെന്ന്. അന്നൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല. വീഡിയോ എടുത്ത് ഇടരുതെന്നും അവരോട് പറഞ്ഞു. പിന്നീടാണ് ഒരാൾ വഴി ഇനി എന്തെങ്കിലും കാര്യങ്ങളുമായി ചെന്നാൽ ബുൾഡോസർ കൊണ്ട് വീട് ഇടിച്ചു നിരത്തി പഴയതുപോലെ ആക്കുമെന്ന് ഫിറോസ് പറഞ്ഞുവെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരാളാണ് രേണുവിന് പച്ചക്കള്ളം പറയുന്നതെന്ന് പറയുന്നത്. രേണുവിനെ വിമർശിക്കുന്നവർ അയാൾ പറഞ്ഞത് വിശ്വസിക്കുമായിരിക്കും. പക്ഷേ ദൈവം ഉണ്ടെങ്കിൽ തികഞ്ഞ ഫലം ഞങ്ങൾക്ക് എതിരെ നിന്നവർക്ക് കിട്ടും. ചുണ്ണാമ്പ് പോലൊരു പേസ്റ്റ് പേച്ചാണ് തേപ്പ് നടത്തിയിരിക്കുന്നത്. ഒരു ആണി പോലും അടിക്കാൻ പറ്റില്ല. 1.5 ഇഞ്ച് സ്ക്രൂവിലാണ് ഫിറോസ് ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് അടർന്നു വീണ് എൻ്റെ ദേഹത്താണ്. നെഞ്ചത്ത് മുറിവുണ്ടായി. വാഷിംഗ് ബേസിന് 1.5 ഇഞ്ച് മാത്രം നീളമുള്ള ആണിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതും അടർന്നു വീണു. തലയിൽ ഫാൻ വീണ് വരുന്നെങ്കിൽ മരിച്ചുപോയേനേം. കള്ളം പറഞ്ഞത് എനിക്കൊന്നും നേരാനില്ല. എൻ്റെ സമ്പന്നനാണെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധത വേണം. ഇനി ആർക്കും ഇതുപോലെ വീടുണ്ടാക്കി കൊടുത്ത് സഹായിക്കരുത് എന്ന് അപേക്ഷയുണ്ട്. ഈ ഒരു സഹായം കിട്ടിയത് ഞങ്ങൾക്ക് ഒരുപാട് മനപ്രയാസം ഉണ്ടായെന്നും രേണുവും പിതാവും പറയുന്നു.